വെൽക്കം ബാക്ക് അവർ ചാനൽ സെഡ് ഗെയിം അറ്റാച്ച്. ഞാനിന്ന് വന്നിരിക്കുന്നത് റിയൽമി 16 Pro Plus എന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ലോഞ്ച് ഡേറ്റ് കൺഫേം ആയതും ഇനി എന്തൊക്കെ നിങ്ങൾക്കതിൽ എക്സ്പെക്റ്റ് ചെയ്യാം എല്ലാം ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലുണ്ടാകും. തീർച്ചയായും വീഡിയോ മുഴുവനായി കാണുക. വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ലോഞ്ച് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 10, 2026 എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന ഒരു ഫോണാണ്. ആൻഡ്രോയിഡ് 16 ബേസ്ഡായിട്ട് ഈ ഫോൺ വരുന്നത്. ഇനി OS അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ 3 വർഷവും സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ 4 വർഷവുമാണ് വരുന്നത്. റിയൽമി UI ആണ് കസ്റ്റം UI വന്നിരിക്കുന്നത്. പെർഫോമൻസ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ നൽകിയിരിക്കുന്ന ചിപ്സെറ്റ് എന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രൊസസ്സറാണ് വരുന്നത്. 4nm ഫാബ്രിക്കേഷനാണ് വന്നിരിക്കുന്നത്. 8GB റാം അല്ലെങ്കിൽ 12GB റാം എന്നീ റാം വേരിയന്റുകളാണ് വരുന്നത്. LPDDR5X റാം ടൈപ്പുമാണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പെർഫോമൻസ് ടെസ്റ്റ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ആൻറ്റിറ്റ്യൂഡ് സ്കോർ നോക്കുകയാണെങ്കിൽ 1.1 മില്യൺ ആൻറ്റിറ്റ്യൂഡ് സ്കോറിന്റെ അടുത്ത് ഏകദേശം ലഭ്യമാകുന്നുണ്ട്. ബൂട്ടപ്പ് ടൈം വരുന്നത് 23 സെക്കൻഡുകളാണ്. ആൻറ്റിറ്റ്യൂഡ് സ്കോർ നോക്കുകയാണെങ്കിൽ 1.1 മില്യൺ ആൻറ്റിറ്റ്യൂഡ് സ്കോറാണ് ഇതിൽ ലഭ്യമാകുന്നത്. 23 സെക്കൻഡുകളാണ് നൽകുന്നത്. ഇത് മറ്റ് ഫോണുകളും തമ്മിൽ താരതമ്യേന ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 4ാം സ്ഥാനത്താണ് ഇതിന്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ കൊണ്ട് നിൽക്കുന്നത്. ഇതിന്റെ തൊട്ട് മുമ്പിലായി OnePlus Note 5ഉം അതിന്റെ തൊട്ട് മുകളിലായി സാംസങ് ഗാലക്സി S24 FEയും അതിന് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് OnePlus 15R ആണ്. ഇത് എന്നാലും ഇതിൽ നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ കാഴ്ചവെക്കുന്നുണ്ട്. നമുക്കിതിന്റെ ബൂട്ടപ്പ് ടൈമിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നിൽക്കുന്ന സ്ഥാനമെന്ന് നോക്കുകയാണെങ്കിൽ 6ാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. ഇതിന്റെ തൊട്ട് മുകളിൽ Oppo Reno 15ഉം അതിന് മുന്നിൽ OnePlus Note 5ഉം അതിന് മുകളിൽ സാംസങ് ഗാലക്സി S24 FEയും അതിന്റെ മുകളിലായി OnePlus 15Rഉം ടോപ്പിൽ ഗൂഗിൾ മൊബൈൽ Pixel 9aയുമാണ് നിൽക്കുന്നത്. ഇതിൽ തന്നെ 6ാം സ്ഥാനമാകണമെന്നുണ്ടെങ്കിലും ലോവർ ആണെങ്കിൽ പോലും നല്ല ബെറ്റർ പെർഫോമൻസും ഈ ഫോൺ നൽകുന്നുണ്ട്. ബാറ്ററി ഡ്രെയിനേജിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 6.0% ബാറ്ററി ഡ്രെയിൻ വരുന്നുണ്ട്. ഹീറ്റിംഗ് 22.2% ഹീറ്റിംഗും വരുന്നുണ്ട്. ആഫ്റ്റർ 30 മിനിറ്റ്സ് ഗെയിമിങ്ങിന് ശേഷമാണ് ഈ റിസൾട്ട് വരുന്നത്. 162.5 mm ഹൈറ്റും 8.1 mm തിക്നെസ്സുമാണ് വരുന്നത്. 198 ഗ്രാമിന്റെ വെയിറ്റും ഈ ഫോൺ വരുന്നുണ്ട്. ബെറ്റൽ ബിൽഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ വരുന്നത് വേഗൻ ലെതർ ഫിനിഷ് ആണ്. ഡസ്റ്റ് പ്രൂഫോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. 6.8 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 6500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സിന്റേതുമാണ്. 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തതിന്റെ പെർഫോമൻസ് മാത്രമാണ്. ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ചാനൽ കയറി വിസിറ്റ് ചെയ്യാം.